പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക ചരിത്രത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയോട് സഹകരിക്കാൻ പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ട്രംപ് കൊടുക്കുന്നത്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര സേനയുടെ ഭാഗമായി പാക് സൈന്യത്തെ അയക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇസ്ലാമാബാദിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. രാജ്യത്തിനകത്ത് ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഉണ്ടാകാനിടയുള്ള ശക്തമായ പ്രതിഷേധവും മറുവശത്ത് അമേരിക്കയുമായുള്ള സാമ്പത്തിക പ്രതിരോധ ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയും അസീം മുനീറിന് നന്നായി അറിയാം. ഇത് അസീം മുനീറിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയെയും ആഗോള പ്രതിച്ഛായയെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു നിർണായക തീരുമാനത്തിന്റെ വക്കിലാണ് ഇപ്പോൾ രാജ്യം. നമുക്കറിയാം, ട്രംപ് പ്രസിഡന്റായി വന്ന ശേഷം അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ട്രംപിനെ കാണാൻ അടിക്കടി മുനീർ അമേരിക്ക സന്ദർശിക്കുന്നു. ട്രംപ് വിരുന്നൊരുക്കി മുനീറിനെ സ്വീകരിക്കുന്നു. ലോകം ഇത് വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത്. ഇതിനു പുറമെ മറ്റ് സുപ്രധാന കരാറുകളിൽ പാകിസ്ഥാനും അമേരിക്കയും രഹസ്യമായും പരസ്യമായും എല്ലാം എത്തുന്നു. പാകിസ്ഥാന്റെ F-16 പോർ വിമാനങ്ങൾ നവീകരിക്കുന്നതിനായി $686 മില്യൺ വൻകിട കരാറിന് അമേരിക്കൻ ഭരണകൂടം അംഗീകാരം നൽകിയിരുന്നു. ഇന്ത്യക്ക് $93 ഏകദേശം $785 കോടി രൂപയുടെ ആയുധ ഇടപാടിന് അനുമതി നൽകി ആഴ്ചകൾക്കുള്ളിലാണ് പാകിസ്ഥാന് ഇത്രയും വലിയ സഹായം അമേരിക്ക പ്രഖ്യാപിച്ചതെന്ന് എടുത്തു പറയണം. ട്രംപ് ഭരണകൂടത്തിന് പാകിസ്ഥാനോടുള്ള മമത കുറയുന്നില്ല എന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. മുൻപൊന്നുമില്ലാത്ത രീതിയിലുള്ള സൗഹൃദമാണ് അമേരിക്കയും പാകിസ്ഥാനുമായി ഇപ്പോൾ ഉള്ളത്. ഒരു വശത്ത് ട്രംപിനെ ചൊടിപ്പിക്കാൻ പറ്റില്ല, മറുവശത്ത് പാക് ജനതയെ പ്രകോപിപ്പിക്കാനും പാടില്ല എന്ന നടുക്കയത്തിലാണ് അസീം മുനീർ ഇപ്പോൾ ഉള്ളത്. ഗാസയിലേക്ക് സൈന്യത്തെ അയച്ചാൽ പാകിസ്ഥാനിൽ വലിയ വലിയ ആഭ്യന്തര പ്രതിഷേധവും കലാപങ്ങളും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഈ ആവശ്യം നിരാകരിച്ചാലോ ട്രംപിന് കലിപ്പാവുകയും ചെയ്യും. US നിക്ഷേപവും സഹായവും ലഭിക്കണമെങ്കിൽ ട്രംപിന്റെ ഈ നിർദ്ദേശം സ്വീകരിക്കുകയാണ് പാകിസ്ഥാന് മുന്നിലുള്ള ഏക വഴി. എന്നാൽ ഇത് പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ചെറുതായിരിക്കില്ല എന്ന തിരിച്ചറിവ് അസീം മുനീറിന് നന്നായുണ്ട്. ഈ നീക്കം പാകിസ്ഥാനിൽ വലിയൊരു സ്ഫോടനാത്മക സാഹചര്യം ഉണ്ടാക്കും. പാലസ്തീൻ വിഷയത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്ന ജനതയാണ് പാകിസ്ഥാനിലേത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പാക് സൈനികർ ഗാസയിൽ എത്തുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും ആകാത്ത കാര്യമാണ്. ഇത് രാജ്യത്തിനകത്ത് വലിയ ആഭ്യന്തര കലാപങ്ങൾക്ക് വഴിയൊരുക്കും. അസീം മുനീർ ഇസ്രായേലിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പോൾ തന്നെ ഒരു വിഭാഗം ആരോപണവുമായി എത്തിയിട്ടുണ്ട്. എങ്കിലും അസീം മുനീറിന് അമേരിക്കയെ പിണക്കാൻ അത്ര എളുപ്പമല്ല. തകർന്നുകൊണ്ടിരിക്കുന്ന പാക് സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ അമേരിക്കൻ നിക്ഷേപങ്ങളും IMF സഹായവും ആവശ്യമാണ്. ട്രംപിന്റെ ആവശ്യം തള്ളിക്കളഞ്ഞാൽ അത് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിരോധ സഹായങ്ങളെ ബാധിക്കും. പാകിസ്ഥാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തനായ സൈനിക മേധാവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് അസീം മുനീർ. അസീം മുനീറിന് ഇപ്പോൾ അഗ്നിപരീക്ഷയുടെ നാളുകളാണ്. ഹമാസിനെ നിരാകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ദൗത്യത്തിൽ പങ്കാളിയാകുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നുണ്ട്. ട്രംപുമായുള്ള അടുത്ത ബന്ധം ഉപയോഗിച്ച് പാകിസ്ഥാന് അനുകൂലമായൊരു ഒത്തുതീർപ്പിലെത്താൻ മുനീറിന് സാധിക്കുമോ, അതോ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വഴങ്ങി വലിയൊരു രാഷ്ട്രീയ വില നൽകേണ്ടി വരുമോ എന്നതാണ് ഉയർന്നു വരുന്ന ചോദ്യം. സ്വന്തം രാജ്യത്തെ ജനവികാരത്തെ തൃപ്തിപ്പെടുത്തണോ അതോ വാഷിംഗ്ടണിന്റെ പ്രീതി സമ്പാദിക്കണോ? അസീം മുനീർ എടുക്കുന്ന തീരുമാനം പാകിസ്ഥാന്റെ മാത്രമല്ല, ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിന്റെ തന്നെ ഭാവിയെ മാറ്റിയെഴുതിയേക്കാം. എന്തായാലും അസീം മുനീർ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ പിണക്കാനും വയ്യ, പാകിസ്ഥാൻ ജനത്തെ വെറുപ്പിക്കാനും വയ്യ.